ഇതെങ്കിലും കണ്ടിട്ടേ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറയൊക്കെ ആകെ പൊളിയും. രാഷ്ട്രീയം കൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ. ഇതെന്താ എവിടെ നിർത്തിയേ? കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്തിക്കൂടെ? താനേ ഒന്നും മിണ്ടാ വന്നാ മതി. എനിക്കറിയാം എവിടെ നിർത്തണം. ഓ, പിന്നെ ഞാൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം. അവിടെ ചെന്നിരുന്ന് വായി തോന്നിയ കണം കൊണ്ട് പറയാനോ തന്റെ ആ ഒരു ദിനം കുരിഷ്ടൊന്നും ചോദിക്കാനോ നിൽക്കരുത്, കേട്ടല്ല? ഇയാളിതിപ്പോ വണ്ടിയെ കയറിപ്പത്തിട്ട് തുടങ്ങിയാണല്ലോ. നമ്മളിതിപ്പോ ആരെ കാണാൻ പോന്നാ? ഒന്നും മിണ്ടാതെ പാടോ. ഞാൻ പറഞ്ഞില്ല ആക്കി ഒച്ചമ്പകളൊക്കെ വലിയ പ്രശ്നമുള്ള ആളാണെന്ന്. ഇവിടെ വേറെ കാണുന്നില്ലല്ലോ. അതിന് നേരം വെളുത്തല്ലേ ഉള്ളൂ. അകത്ത് ആള് കാണും. ഇതേ കോളിമില്ലല്ലേ, അടിച്ച ആള് വരില്ല. എടോ ഇയാൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ? എടോ മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ ഒപ്പം നിന്നാൽ തനിക്ക് കേസിൽ നൂരി പറയോ. ഇല്ലെങ്കിലുണ്ടല്ല തൻ്റെ 12 കൊല്ലം പോക്ക ഞാൻ പറഞ്ഞേക്കാം. ആളാകത്തുണ്ടോ? ഞാനിപ്പോ വിളിക്കാം. ഞാൻ അഡ്വക്കേറ്റ് അൻവർ. ഒരു കേസിന്റെ കാര്യത്തിന്. മനസ്സിലായി. ഇരിക്കൂട്ടോ, വിളിക്കാം. അൻവർ വക്കീൽ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കേസിലെ ഗിരി. എഫ്ഐആറും ഡീറ്റെയിൽസും. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് സംഭവം നടന്നത്. അന്നത്തെ ദിവസം ഇയാളുടെ ഭാര്യ കൊന്നതവനല്ലേ? അവൻ തന്നെ പറയട്ടെ. ആ നടന്ന സംഭവം എന്ന് പറഞ്ഞോട്. എന്റെ സാറേ ഉള്ളത് പറയാലോ. ഈ സ്ത്രീ വിഷയത്തിൽ ഞാൻ അല്പം കുഴപ്പമാണ്. ഏത് നേരം ഭാര്യയെ മാത്രം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഉണ്ടാക്കണമെന്നല്ലേ. പെണ്ണുങ്ങളെ കണ്ട് പൂതി വന്നാൽ ഞാൻ പൊക്കും. അതാണ് എൻ്റെ ഒരു രീതി. അങ്ങനെ ഒരു ദിവസം ഗസ്റ്റ് ഹൗസിൽ ഒരുത്തായിട്ട് കിടക്കുമ്പോഴാണ് ഒട്ടുങ്ങാനായിട്ട് എൻ്റെ വൈഫ് കയറി വന്നത്. ഒച്ച വെക്കരുന്ന് മര്യാദക്ക് ഞാൻ ആ പുന്നാര മോളോട് പറഞ്ഞാ കേട്ടില്ല. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ നാളെ പൊട്ടിച്ചു. പിന്നെ ഞാൻ അവളെ എന്നാക്കിയാ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. മൊത്തത്തിൽ ഒരു ഭ്രാന്തി പിടിച്ച അവസ്ഥയായിരുന്നു. അവസാനം ഞാൻ അവിടെ കിടന്ന ഒരു കമ്പി എടുത്ത് അവിടെ മര്യാദക്കല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി നട്ടലൊടിക്കും. എന്നിട്ട് കമ്പി എടുത്തിട്ട് താൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അവിടെ കിടന്നൊരു കമ്പി എടുത്ത് അവിടെ തലക്കടിച്ചു തറേ. എത്ര തവണ അടിച്ചു? ഒറ്റ അടിയേ വേണ്ടി വന്നുള്ളൂ.
അപ്പോഴേക്കും തീർന്നു സാറേ. കാശ് എത്ര ചെലവായാലും കുഴപ്പമില്ല. എനിക്കിതിൻ്റെ പേര് ജയിലിൽ കിടക്കാനൊന്നും പറ്റില്ല. അതിനെന്താന്ന് വെച്ച് ചെയ്യണം. ഈ സംഭവം നേർക്കേണ്ട ദൃക്സാക്ഷി അയൽവാസിയും വാട്ടർ അതോറിറ്റി ജീവനക്കാരനുമായ ഗംഗാധരന്റെ മൊഴിയാണ് പ്രശ്നം. അതെ, പ്രൈം വിറ്റ്നസ് ആണ്. കൃത്യം നടന്നിരിക്കുന്നത് 2022 ജൂലൈ 7 വ്യാഴാഴ്ച കാലത്ത് 10-നും 10:30 അല്ലേ? അതെ. ഈ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ഒപ്പിട്ടിരിക്കുന്ന ഈ ഗംഗാധരൻ തന്നെ ഉറപ്പുണ്ടോ? ആ, ഞാനത് വെരിഫൈ ചെയ്താണ്. അതാണ് ഇപ്പൊ പ്രധാന തെളിവായിട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്. ഈ ഗംഗാധരൻ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാ ഞാനത് ഒരു സാധ്യതയാണ്. ആ, ഈ വിക്ടിം അഡ്മിറ്റ് ആയിരിക്കുന്ന മെഡിക്കൽ കോളേജും ഗംഗാധരൻ ജോലി ചെയ്യുന്ന വാട്ടർ അതോറിറ്റി ഓഫീസും തമ്മിൽ 2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ? ലീവ് നഷ്ടപ്പെടാതിരിക്കാൻ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടാനുള്ള സാധ്യത കൂടുതലാണ്. ആ, അത് ശരിയാ. ഒന്ന് ചെക്ക് ചെയ്യ്. ഞാൻ ചെക്ക് ചെയ്യാം. അത് വിട്ടുപോയി. ഒപ്പിട്ടിട്ടുണ്ട്. ഇരിക്കെ. അതെങ്ങനെയാ വക്കീലേ? ഒരാൾ ഒരേ സമയത്ത് 2 സ്ഥലത്തുണ്ടാവാം. പക്ഷെ അയാൾ കൃത്യം കണ്ടെന്നുള്ള ഉറപ്പാണ്. അതില്ലെന്ന് നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യും? ഇവിടെ വക്കീലേ, അലീബി അത് പ്രതിക്ക് മാത്രമല്ല വാദിക്കും ബാധമാക്കാം. കുറ്റകൃത്യം നടന്ന സമയത്ത് പ്രതി സംഭവ സ്ഥലത്തില്ല എന്ന് തെളിയിക്കുന്ന പോലെ തന്നെയാണ് കൃത്യം കണ്ടയാൾ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നത്. അതുകൊണ്ട് സാക്ഷിയായാൽ അയാളുടെ ജോലി പോകുന്നെന്ന് പറഞ്ഞാൽ മതി. അയാൾ മൊഴി മാറ്റിക്കോളും. ഐ വിറ്റ്നസ് മൊഴി മാറ്റിയാൽ പ്രോസിക്യൂഷൻ വീക്കാവും. വാദമൊന്ന്, കുറ്റക്കാരനാണെന്ന് പറയപ്പെടുന്ന വ്യക്തി ആത്മനിയന്ത്രണമില്ലാതിരിക്കെ ആ സാഹചര്യത്താലുണ്ടായ പ്രകോപനം മൂലമോ തെറ്റുമൂലമോ യാദൃശ്ചികമായോ ആ പ്രകോപനം നൽകിയ വ്യക്തിയുടെ മരണത്തിനിടയായാൽ ആ കുറ്റകരമായ നരഹത്യ കൊലപാതകമല്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 300. കൊലയ്ക്കുപയോഗിച്ച ആയുധം തനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? വീടിന്റെ അടുക്കളോട് മാറ്റി വാർപ്പാക്കാൻ പൊളിച്ചിട്ടിരിക്കുക. അതിനടുത്ത് നിർത്ത. വാദം 2. ഇതൊരു കൊലപാതകമല്ല, മറിച്ച് അപകട മരണമാണ്. വീട് പണി നടക്കുന്നതിനിടയിൽ കാല് തെറ്റി വീണ് കമ്പിയിൽ തലയിടിച്ചാണ് മരണമുണ്ടായത് എന്നുകൂടി വാദിക്കണം. അല്ലെങ്കിൽ കേസിൽ പുനരന്വേഷണം ഉണ്ടാവും. മനസ്സിലായില്ലേ? പ്രതി കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ആയുധം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കയ്യിൽ കരുതിയതല്ലാത്തതിനാൽ വകുപ്പ് 300 പ്രകാരം പ്രതിയിൽ ആരോപിക്കപ്പെട്ട കുറ്റം അപവാദമായി കണക്കാക്കപ്പെടും. ഇപ്പൊ ലൂപ്പോൾസ് എല്ലാം കിട്ടിയില്ലേ? ആ, കിട്ടി. ഓ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അതിങ്ങടക്ക് പറഞ്ഞ തുക മുഴുവനുണ്ട്. ശരി എന്നാ. വക്കീലേ, അയാളൊരു ബുദ്ധിരാക്ഷസനാണല്ലോ. എൻ്റെ ഈ കേസ് അങ്ങേരെ കൊണ്ട് വാദിച്ചാൽ എനിക്ക് ഈസി ആയിട്ട് ഊരിപ്പോരാം. ഇതിനിടയ്ക്ക് മീഡിയേറ്ററായിട്ട് എന്തിനാ വക്കീലേ നിങ്ങൾ? എനിക്ക് ഡയറക്റ്റ് അങ്ങേരെ കേസ് ഏൽപ്പിച്ചാൽ പോരെ? മോനഗിരി, ലോ പോയിന്റ്സ് പറഞ്ഞു തരാൻ അങ്ങേർക്ക് പറ്റും. പക്ഷെ കോടതിക്കകത്ത് കയറി നിയമം പറയാൻ അയാൾ വക്കീലല്ല. പിന്നെ